കർണാടകയിലെ ശിരൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തും. സൂറത്ത് കൽ NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് റഡാർ തെരച്ചിലിന് നേതൃത്വം നൽകിയത്. അപകട സ്ഥലത്ത് കനത്ത മഴ പെയ്യുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നു. കർണാടക ആരോഗ്യമന്ത്രി മംഗള വൈദ്യയും കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും അപകട സ്ഥലം സന്ദർശിക്കും. രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കർണാടകയിലെ അങ്കോലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും. ആദ്യം അരുൺ പാറയ്ക്കലിലേക്കാണ്. അരുൺ, ഈ റഡാർ അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഈ പരിശോധന, അതിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ലോറിയുടേതെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അത് എത്രത്തോളം സ്ഥിരീകരിക്കുന്നുണ്ട്? സ്മിത, ഒരു കാര്യം വ്യക്തമായി പറയാം. നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാൾ ദുഷ്കരമാണ് ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എത്തി നേരിട്ട് ഈ സാഹചര്യം തിരിച്ചറിയുമ്പോഴാണ് അത്രത്തോളം ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഇത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ഭീകരത ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷേ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ. ഒരു വലിയൊരു മല തന്നെ താഴേക്ക് ഇടിഞ്ഞ് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു പ്രദേശം മുഴുവൻ മണ്ണിനടിയിലായിരിക്കുകയാണ്. ഇതിൽ എങ്ങനെയാണ് ഈ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് ഇത്തരത്തിൽ ഈ ലോറി കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. മണ്ണ് എത്രത്തോളം നീക്കം ചെയ്താലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ GPS ലഭിച്ച ഈ ലൊക്കേഷൻ ഉൾപ്പെടെ റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചു. അതിൻ്റെ 30 മീറ്റർ പരിധിയിൽ പരിശോധന നടത്തി. എന്നാൽ അത്തരത്തിൽ ഈ ലോറിയുടെ രൂപത്തിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നാൽ മറ്റ് ചില സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അവർ അത് അവരുടെ മോണിറ്ററിങ്ങിലൂടെ തന്നെ, പ്രാഥമികമായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെ തന്നെ അതൊരു ലോറിയുടെ രൂപത്തിലുള്ള ആ പ്രൊഫൈലിലുള്ള ഒരു സിഗ്നൽ അല്ല എന്നിപ്പോൾ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ലഭിച്ച വിവരം, അതായത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന പോലീസ് സംഘം ഉൾപ്പെടെ നൽകിയ വിവരം അനുസരിച്ചാണ് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം നമ്മൾ പങ്കുവച്ചത്. എന്നാൽ ആ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ ലോറിയുടെ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ നിലവിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം. ഇവിടെ മഴ കൂടി പെയ്താൽ അതിൻ്റെ ഭീകരത കൂടുതൽ വർദ്ധിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കുറച്ചുകൂടി പോകാം. അതായത് മുകളിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഇതിൻ്റെ മുകൾ വശമുള്ളത്. അവിടെ നിന്ന് ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ച് താഴോട്ട് വരികയാണ്. ഇടയ്ക്കിടെ മണ്ണ് താഴോട്ട് വരികയാണ്. അതിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ സംഘം, ഈ രക്ഷാപ്രവർത്തകർ ഈ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മണ്ണ് നീക്കം ചെയ്ത് ഈ ലോറി കണ്ടെത്തുക എന്നുള്ളത് ഒരു തരത്തിലും പ്രായോഗികമല്ല. അത് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നമ്മളിവിടെ എത്തി നമുക്കിത് നേരിട്ട് തന്നെ വ്യക്തമാവുകയാണ്. മണ്ണ് നീക്കം ചെയ്ത് അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം, തെരച്ചിൽ നടത്തുക അപ്രായോഗികമാണ്. അല്ലെങ്കിൽ നമുക്ക് അത് ഒരു തരത്തിലും അത് നടത്താൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. നിലവിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന മാത്രമേ ഇവിടെ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് റഡാർ സംവിധാനം ഇവിടെ എത്തിച്ച് ആ സാങ്കേതിക വിദഗ്ധരെ കൂടി എത്തിച്ചുള്ള പരിശോധന നടത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചില പ്രതീക്ഷ നൽകുന്ന ചില സിഗ്നലുകൾ ലഭിച്ചു എന്ന തരത്തിലുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ സിഗ്നൽ ഈ ലോറിയുടെ രൂപത്തിലുള്ളതല്ല എന്ന് നേരത്തെ നമ്മോട് തന്നെ ഈ സാങ്കേതിക വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നടപടി എന്നുള്ളത് ഈ കൂടുതൽ മണ്ണ് നീക്കം ചെയ്ത് അവർക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ സ്പോട്ടുകളിലേക്ക് അവരുടെ റഡാർ പരിശോധന വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിനായി കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്യണം എന്നതാണ് പറയുന്നത്. അത് നീക്കം ചെയ്തതിന് ശേഷം അവർ വീണ്ടും ഈ റഡാർ പരിശോധന സാങ്കേതിക വിദഗ്ധർ നടത്തും എന്നതാണ് നമുക്ക് നിലവിലിവിടുന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതീക്ഷ നമുക്ക് കൈവിടാതെ കാത്തിരിക്കാം. നിലവിൽ ഈ റഡാർ പരിശോധനയിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നേരത്തെ ഈ NITയിലെ സാങ്കേതിക വിദഗ്ധർ വ്യക്തമാക്കിയതുപോലെ നിലവിൽ അവർക്ക് കൈമാറിയിട്ടുള്ള ഈ GPS ലൊക്കേഷൻ അതിൻ്റെ 30 മീറ്റർ ചുറ്റളവിൽ ഈ ലോറിയുടെ രൂപത്തിലുള്ള ആ പ്രൊഫൈൽ നൽകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ
അവരുടെ മോണിറ്ററിങ്ങിൽ ഉണ്ടായിട്ടില്ല എന്നവർ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്തായാലും അവർ എന്തായാലും അവരുടെ പരിശോധന എന്തായാലും അവസാനിപ്പിച്ചിട്ടില്ല. കൂടുതൽ പരിശോധനകളിലേക്ക് അവർ പോകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് രക്ഷാപ്രവർത്തനത്തിൽ നേരിടുന്ന ദുഷ്കരാവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണ്. നമുക്ക് ഈ മുകളിലോട്ട് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ, മഴ പെയ്താൽ ഒരു കാരണവശാലും ഇവിടെ മറ്റാൾക്കാർക്ക് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും നടക്കില്ല എന്ന് വ്യക്തമാണ് എന്ന് ഇപ്പോൾ നമുക്കിവിടെ എത്തി നേരിട്ട് ഈ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഇതൊരു മൺകൂന എന്നൊന്നും നമുക്ക് പറഞ്ഞ് ലഘൂകരിക്കാൻ സാധിക്കില്ല. ഇതൊരു വലിയ മല തന്നെ, ഒരു വലിയ പ്രദേശം. നമ്മളിങ്ങനെ നടന്നാൽ തീരാത്ത വിധത്തിൽ വലിയ മല താഴോട്ടിടിഞ്ഞു വീഴുകയായിരുന്നു. അതൊരു വെറും മൺകൂന എന്നതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതൊരു വലിയ മല തന്നെ ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിനടിയിലാണ് ഈ ലോറി ഉൾപ്പെടെ, അല്ലെങ്കിൽ അർജുനും ലോറിയും ഉൾപ്പെടെ മറ്റ് ഒട്ടനവധി ജീവനുകൾ ഉള്ളത്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഒരു തരത്തിലും പ്രായോഗികമല്ല. നിലവിൽ ആ രീതിയിലുള്ള തെരച്ചിൽ ഇവർ നടത്തുന്നുമില്ല. റഡാർ പരിശോധനയ്ക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് മാത്രമാണ് അവർ പോകുന്നത്. അല്ലാതെ ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുള്ള ഒരു തെരച്ചിൽ അത് ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ഇനി മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്താൽ റഡാറിന്റെ പരിശോധന വീണ്ടും പുനരാരംഭിക്കും എന്നതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റഡാർ പരിശോധന ഉൾപ്പെടെ അല്പസമയത്തിനകം പുനരാരംഭിക്കും. അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ പാറയ്ക്കലിലേക്ക് കൂടി പോകുന്നു. അരുൺ, ഈ രണ്ട് തരത്തിലുള്ള സംശയങ്ങൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ ഊഹിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് ആ ഒരു മലയിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു മല മുഴുവൻ ഒന്നാകെ ഇങ്ങ് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിനടിയിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അതുണ്ട്. റഡാർ സംവിധാനം ഉപയോഗിച്ച് ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഇനി മണ്ണ് നീക്കം ചെയ്യുക, ഇതടക്കമുള്ള വളരെ ദുർഘടം പിടിച്ച വെല്ലുവിളികൾ ഇനിയും മുന്നിലുണ്ട്. എങ്കിൽ പോലും ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നത് മാത്രമാണ് ഒരു ആശ്വാസമാകുന്നത്. മറ്റൊന്ന്, ഈ നദിയിലേക്ക് ഈ ലോറി പോയിരിക്കാം എന്നുള്ള ഒരു സംശയം കൂടി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും കാര്യങ്ങൾ പോകണം. അത് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ ഈ തെരച്ചിൽ അതിലെന്തെങ്കിലും തുമ്പ് കണ്ടെത്തിയാൽ അവിടെ തുടരുക, അല്ലെങ്കിലാണോ മറ്റേ രീതിയിലുള്ള, അതായത് നദിയിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നുള്ള രീതിയിൽ തെരച്ചിൽ തുടരുക? ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ സ്മൃത നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം വെല്ലുവിളി ഉണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് എന്ന് കൃത്യമായി മനസ്സിലാകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം മാറി ഈ പുഴക്കരയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെയേറെ വ്യക്തമാണ് ആ അപകടത്തിന് എത്രത്തോളം വ്യാപ്തിയുണ്ട്, എത്രത്തോളം ഉയരത്തിൽ നിന്നാണ് ആ മൺകൂന കുന്ന് ഇടിഞ്ഞു വീണിരിക്കുന്നത്, താഴേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അടിയിൽ കിടക്കുന്ന, ചോദിച്ചതുപോലെ അടിയിൽ കിടക്കുന്ന വാഹനങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കും, അത് പുറത്തെടുക്കാൻ സാധിക്കുമോ എന്നതൊക്കെ തന്നെ ഇപ്പോഴും സംശയമാണ്. കാരണം അത്രത്തോളം വ്യാപ്തിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ആ മൺകൂന ഒന്നാകെ, ആ മലയൊന്നാകെ താഴേക്ക് ഇടിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർണാൽ മംഗലാപുരം പാതയാണ്. ഏകദേശം 6 കിലോമീറ്ററോളം ഈ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ഈ മലനിരകളുടെ അരികത്തു കൂടിയാണ് മല തുരന്നു നീക്കിക്കൊണ്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മൺകൂന ഒന്നാകെ ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തൊട്ടപ്പുറത്ത് തന്നെ ഗംഗാവാലി നദിയാണ്. ആ നദിയുടെ ഏകദേശം പകുതി ഭാഗത്തോളം ആ മലയിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് ആ റോഡിൽ, അല്ലെങ്കിൽ ആ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊണ്ട് ഈ നദിയുടെ ഏകദേശം നല്ല വീതിയുള്ള നദിയാണ്. ആ നദിയുടെ പകുതി ഭാഗത്തേക്ക് ഈ മണ്ണ് ഒലിച്ചിറങ്ങിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചത്, ആ മണ്ണ് അങ്ങനെ ഒലിച്ചിറങ്ങിയ സമയത്ത് ഈ നദി ഗതിമാറി ഒഴുകുന്ന സാഹചര്യം, ഗതിമാറി ഒഴുകുന്ന
ഒരു അവസ്ഥ പോലും ഇവിടെ ഉണ്ടായി. ഈ നദിയുടെ മറുകരയിൽ ഉണ്ടായിരുന്ന 6ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായി. അത്രത്തോളം അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഇവിടുത്തെ ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ എത്രത്തോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. ഇപ്പോൾ ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന വാഹനം ഈ ഭാരത് ബെൻസിന്റെ GPS ലൊക്കേഷൻ ഇവിടെയാണ് ലഭിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ തെരച്ചിൽ നടത്തുന്നത്. ആ ഭാരത് ബെൻസ് ലോറി അത് ഇവിടെ പെട്ടുകിടക്കുന്നുണ്ട്, ഈ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നുണ്ട്. ഒപ്പം അർജുനും ജീവനോടെ തന്നെ ഈ മണ്ണിനടിയിലുണ്ട്. അർജുനെ ജീവനോടെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതുമാത്രമല്ല സ്മിത, എത്രത്തോളം വാഹനങ്ങൾ ഇതിനകത്ത് ഇനി പെട്ടുകിടക്കുന്നുണ്ട് എന്നത് പരിശോധിക്കണം. കാരണം ഒരു കാരണവശാലും ഈ മണ്ണിനടിയിൽ ഇത്രത്തോളം വ്യാപ്തിയുള്ള, ഇത്രത്തോളം ആഴമുള്ള ഈ മൺകൂനക്കടിയിൽ ഈ വലിയ വാഹനങ്ങളായാൽ പോലും അത് കിടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. റഡാർ സംവിധാനം ഉപയോഗിച്ചപ്പോൾ പോലും ആദ്യഘട്ടത്തിലുള്ള പല സൂചനകൾ വന്നപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ചപ്പോൾ പോലും ആദ്യഘട്ടത്തിലൊന്നും ഈ ലോറി ഇവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ആ GPS-ന്റെ ലൊക്കേഷൻ, നേരത്തെ കണ്ടെത്തിയ GPS-ന്റെ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കിക്കൊണ്ട് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഒരിക്കൽ കൂടി വിദഗ്ധർ പരിശോധന നടത്തും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ്, ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രതിസന്ധി ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ആ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഈ ലൊക്കേഷൻ കണ്ടെത്തിയാൽ പോലും ആ മണ്ണിനടിയിൽ നിന്ന് ഈ ആളെയും അതുപോലെ തന്നെ ഈ വാഹനത്തെയും എങ്ങനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നത് ശ്രമകരമായ ദൗത്യമാണ്, ദുഷ്കരമായ ദൗത്യമാണ്. എന്തായാലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ജീവനെ, അതായത് അർജുനെ അരുൺ തുടരുക. അരുൺ പൂപ്പറമ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ സ്ഥലം MLA എത്തിയിട്ടുണ്ട് അവിടെ. അരുൺ, MLA സ്ഥലത്തെത്തിയോ? അസ്മിത കാർവാർ MLA നമ്മോടൊപ്പം ചേരുകയാണ്. സാറേ, എനി ഹോപ്പ് ദാറ്റ് ദി ഗെറ്റ് ദി ലോറി? 110% we will get the lorry, and we have bought from NIT, National Institute of Technology, radar, and radar is finding now somehow they are catching, but in between the inherent water flows, and because of that sweepage they are not confirming, they cannot conclude. But today evening 100% we will get out this thing. And one thing I want to request Kerala government, that Karnataka government, Siddharamaya's government, they are working by 24/27. Please don't be under confusion that we are not working. I am last 5 days here only. I didn't went to session also. Sorry, the scientific team get a signal, but that is not a profile of lorry. They are continued the searching process. Again, I am telling you, with this radar, we will reach the goal. And definitely, I pray the God that that person, Arjun, he may save. What your bench people have told, that up to 6 days, if any problem is there, it can be worked out. I am also praying, our people are also praying. Now we are doing some puja to the temple also on Arjun's behalf. Let him be safe, and let him be safe, and let him go to Kerala with... Sir, but the situation is not good. The scientific team... I'm 100% situation is not good, correct. But bench people are saying that up to 6 days there is no problem at all. If we consider their this thing, conclusion, then 100% we will finish. This today is the 5th day. We'll finish. You talked the scientific team about this rescue operation. Yeah, rescue of this thing we have did. We have called diving. Sir, diving people also one side they are working. They confirm that the lorry and the under the confirmed. അരുൺ പൂപ്പറമ്പ സ്ഥലത്തെത്തിയ കാർവാർ MLA-യോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിൽ പോലും റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അത് നടക്കുകയാണ്. 5 ദിവസമായി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ കർണാടക സർക്കാർ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിനോട്, സർക്കാരിനോട് ഒരു അഭ്യർത്ഥന പോലെ കൂടെ അദ്ദേഹം പറയുകയായിരുന്നു. 24 മണിക്കൂറും ഈ സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഇന്ന് വൈകിട്ടോടെ കൃത്യമായ വിവരം ലഭിക്കും. അർജുനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.